പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന് വിട നൽകുകയാണ് നാട്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ചങ്ങമ്പുഴ പാർക്കിൽ അവിടെ പൊതുദർശനം നടക്കുകയാണ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. കൊല്ലപ്പെട്ട രാമചന്ദ്രന്, പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന് വിട നൽകുകയാണ് നാട്. മകളുടെയും പേരക്കുട്ടികളുടെയും മുന്നിൽ വെച്ചാണ് ഭീകരർ രാമചന്ദ്രന് നേരെ വെടിയുതിർക്കുന്നത്. സംസ്കാരം 12 മണിയോടുകൂടിയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇടപ്പള്ളി ശ്മശാനത്തിൽ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ നമുക്ക് കാണാം. പ്രതിപക്ഷ നേതാവ് അവിടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും അവിടേക്ക് എത്തിയിട്ടുണ്ട്. സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനത്തിലേക്ക് എത്തുകയാണ്. ഒരു 9:30 അവിടെയുള്ള പൊതുദർശനം അവസാനിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. അതിനുശേഷം മാമംഗലത്തെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. പിന്നീടായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ പ്രേക്ഷകർക്ക് കാണാം. അതുപോലെ മന്ത്രി പി രാജീവിനെ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ, ഹൈബി ഈഡൻ MP ഒക്കെ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ്. നൊമ്പരക്കടലായി നിൽക്കുകയാണ് നാട്. രാമചന്ദ്രൻ്റെ കുടുംബത്തെ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുക വയ്യ. എങ്കിലും ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്നത് എന്ന നിലയിൽ അവരുടെ സങ്കടത്തിനൊപ്പം ചേരുകയാണ്. നാടൊപ്പമുണ്ട് എന്നവരോട് പറയുകയാണ്. സാമൂഹിക രംഗത്തും പൊതുരംഗത്തുമൊക്കെ സജീവമായി നിന്നിരുന്ന രാമചന്ദ്രനാണ് വിട പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നാട് വലിയ വേദനയിൽ തന്നെയാണ്. ഭീകരാക്രമണത്തിൻ്റെ നടുക്കത്തിൽ നിന്ന് നാട് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഒഴുകിയെത്തുന്ന ജനപ്രവാഹത്തെ നമുക്ക് പൊതുദർശനത്തിന് ഇടയിൽ കാണാം. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അവിടേക്ക് എത്തി നിൽക്കുന്നത്. നാട് കണ്ണീർ പ്രണാമം അർപ്പിക്കുകയാണ്. 5 വർഷം മുമ്പാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് രാമചന്ദ്രൻ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. പിന്നീട് കുടുംബാംഗങ്ങൾക്കൊപ്പം വിനോദസഞ്ചാരത്തിനായി പഹൽഗാമിലേക്ക് പോയതാണ്. അവിടെ നിന്നാണ് ഭീകരരുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാവുന്ന നില ഉണ്ടായത്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരികെ എത്തിയതിനു ശേഷം അവിടെയുള്ള പൊതുരംഗത്ത്, സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമായി അവിടെയുള്ള ആളുകളുടെയൊക്കെ പ്രശ്നങ്ങളിലും സന്തോഷങ്ങളിലുമൊക്കെ ഒത്തുചേർന്നുകൊണ്ട് അവരോടൊപ്പം നിന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നാടൊന്നാകെ അവിടേക്ക് ഈ ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനത്തിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. മകൾ ആരതിയുടെ ദൃശ്യം അത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. ആരതിയുടെ മുന്നിൽ വെച്ചാണ് പിതാവിന് ജീവൻ നഷ്ടമാവുന്നത്.